Lifestyle brought to you by 25 years of dedicated service. Josie's, always ahead. ആവശ്യത്തിന് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഗോൾഡ് ലോണിന്റെ കാര്യത്തിൽ പോപ്പുലർ ഫൈനാൻസ്. SKP Timbers, ആഴമേറിയ വേരുകൾ പോലെയാകട്ടെ ഇനി നിങ്ങളുടെ ബന്ധങ്ങൾ. Your destiny. Flawless victory. Choose your destiny. നമസ്കാരം, പ്രിയ പ്രേക്ഷകർക്ക് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ലൈഫ് സ്റ്റൈലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലൈഫ് സ്റ്റൈലിൻ്റെ ഇതുവരെയുള്ള എപ്പിസോഡുകളിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിത്വത്തെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. 1992 മുതൽ കേരളത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂൾ എന്നറിയപ്പെടുന്ന SCMS ഗ്രൂപ്പിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ഡോക്ടർ GPC നായർ സാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾക്ക് നാന്ദി കുറിച്ചുകൊണ്ട് വരാൻ പോകുന്ന മാറ്റങ്ങൾ ദീർഘവീക്ഷണത്തോടെ മുൻകൂട്ടി കണ്ട് ഏറ്റവും മൂല്യമേറിയ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക. ഈ ലക്ഷ്യം നിറവേറ്റിയിരിക്കുന്നു SCMS ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെയർമാൻ ഡോക്ടർ GPC നായർ. മഹത്തായ ഒരു ജീവിതശൈലിക്ക് സംസ്കാര സമ്പന്നതയിൽ അധിഷ്ഠിതമായ ഉന്നത വിദ്യാഭ്യാസം നൽകണമെന്ന ഉദാത്തമായ കാഴ്ചപ്പാടിൽ ചിന്തിക്കുകയും അത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുകയും ചെയ്യാൻ ഡോക്ടർ GPC നായർ ഒരു കർമ്മയോഗിയെ പോലെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 1992 സ്ഥാപിതമായത് മുതൽ SCMS കൊച്ചിൻ കേരളത്തിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളായി മാറിയത്. ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കേണ്ട വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സാമൂഹ്യ പ്രതിബദ്ധതയെക്കുറിച്ചും നമുക്കറിയാം ഡോക്ടർ GPC നായരുടെ വാക്കുകളിലൂടെ. നമസ്കാരം സാർ, ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. സൗത്ത് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബിസിനസ് സ്കൂളായ SCMS ഗ്രൂപ്പിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ ഇന്നത്തെ കാലത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ ഈ സ്വാശ്രയ മേഖല വളരെ കൂടുതലായിട്ട് ഈ രംഗത്ത് വന്നതോടുകൂടി അല്പം ഒരു മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ട്. അതായത് ഗുണമേന്മയുടെ കാര്യത്തിൽ ഒരു അപകടകരമായ സ്ഥിതി നിലവിലുണ്ട്. പല കോളേജ് സ്ഥാപകരും വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെ അല്ല ഈ കോളേജുകൾ തുടങ്ങിയത്. എല്ലാവരും കാശിൻ്റെ കാര്യം മാത്രമാണ്. മറ്റേത് ബിസിനസ് പോലെയും പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ ആണ് പലരും ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസം എങ്ങനെ നടത്തണമെന്ന് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ട് അവരും കോളേജ് നടത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭംഗിയായിട്ട് കോളേജ് നടത്തുന്ന ആളുകൾക്ക് പോലും ഒരു ചീത്തപ്പേരുണ്ടാകും. ഈ സ്വാശ്രയ പ്രസ്ഥാനത്തിന് ഇന്ത്യ മൊത്തം തന്നെയും ചീത്തപ്പേരുണ്ടാകാനുള്ള കാരണം ഇങ്ങനെയുള്ള കുറേ സ്ഥാപനങ്ങളാണ്. നല്ല പ്രസ്ഥാനങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഇങ്ങനെയുള്ള ആളുകളും ഉള്ളതുകൊണ്ട് ചീത്തപ്പേരാണല്ലോ മുന്നിൽ എപ്പോഴും നിൽക്കുക. നല്ലത് സബ്സൈഡ് ചെയ്യും. അങ്ങനെയാണ് സാധാരണ കാണുന്നത്. അങ്ങനത്തെ പ്രശ്നമുണ്ട്. അത് ഒഴിച്ചാൽ വലിയ സംഭാവനയാണ് ഈ മേഖല സമൂഹത്തിന് ചെയ്തിട്ടുള്ളത്. 1991 വരെയും, അതായത് ലിബറലൈസേഷൻ വന്നല്ലോ, അതിന് മുമ്പ് വരെയും ഇവിടെ ആകെപ്പാടെ 670
പിന്നെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളായിരുന്നു, എഞ്ചിനീയറിംഗ് കോളേജുകൾ ഇന്ത്യയിലാകെ. മാനേജ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ 36 ഉള്ളായിരുന്നു. ഇന്ന് 4500 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, പിന്നെ 4200 ബിസിനസ് സ്കൂളുകളുണ്ട്. അങ്ങനെ എല്ലാം, ഫാർമസി, ഹോട്ടൽ മാനേജ്മെൻറ്റ്, നേഴ്സ്, ഇങ്ങനെ ഈ പ്രൊഫഷണലായിട്ട്, അതായത് പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഉദ്യോഗത്തിൻ്റെ ഉത്തരവുമായിട്ട് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയാൽ മതി. അങ്ങനെയുള്ള വിദ്യാഭ്യാസം, അതാണ് തൊഴിലധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ സ്വാശ്രയ മേഖലയിൽ വന്നിട്ടുള്ള വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളും വികസിച്ചു. ഈ ലിബറലൈസേഷൻ്റെ ഭാഗമായിട്ട് വികസിച്ചു. അവർക്ക് വേണ്ടുന്ന മാൻ പവർ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മാൻ പവർ വേണം. അതിന് കഴിവുള്ള ആളുകൾ, വ്യവസായം എല്ലാം നടത്താനും മാനേജ്മെൻറ്റ് നോക്കാനും കഴിവുള്ള ആളുകൾ വേണം. അപ്പോൾ അതിനുള്ള ആളുകളെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ സ്വാശ്രയ പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. ഒരു നല്ല പരിധി വരെ. ഇല്ലെങ്കിൽ ഈ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ലായിരുന്നു. ഈ സ്വാശ്രയ പ്രസ്ഥാനം വന്നിട്ട് ഇതൊക്കെയെല്ലാം ഒന്ന് ലിങ്ക് ചെയ്തതാണ്. സ്വാശ്രയ പ്രസ്ഥാനം വന്നുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായത്. യെസ് സർ, ഓഫ് കോഴ്സ് സർ. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കേരളത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും ഇതായിട്ട് ഉദാഹരണമായിട്ട് പറയും, എൻ്റെ ഗ്രാമത്തിൽ ഒരു കുഗ്രാമമാണ് തേവന്നൂർ എന്ന് പറയും, കൊട്ടാരക്കര താലൂക്കിലാണ്. മിക്കവാറും എല്ലാ വീട്ടിലും കാറുണ്ടെന്ന്, പല വീട്ടിലും 2 കാറിൽ കൂടുതലുണ്ട്. ഒരു മോട്ടോർ ബൈക്കും ഉണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു ബസ് കാണണമെങ്കിൽ 5 കിലോമീറ്റർ നടന്ന് ഒരു MC റോഡിൽ പോകണം ഒരു ബസ് കാണണമെങ്കിൽ. റോഡുകളില്ലായിരുന്നു. ഇന്ന് എൻ്റെ വീട്ടിൻ്റെ വാതിൽ കൂടെ 100 ബസ് ദിവസം പ്ലേ ചെയ്യുന്നുണ്ട്. അത്രയധികം പുരോഗതിനുണ്ട്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. ഓഫ് കോഴ്സ് സർ, ഓഫ് കോഴ്സ്. 2005 വരെ, അതിന് ഇൻഡിക്കേഷൻ ഞാൻ പറയാം, 2005 വരെ കേരളത്തിലേക്ക് ഗൾഫിൽ നിന്ന് വന്നിരുന്ന പണത്തിൻ്റെ ഒഴുക്കെന്ന് പറയുന്നത് ഒരു വർഷം 18,000 കോടി രൂപയായിരുന്നു. 2010 ആയപ്പോൾ അത് 60,000 കോടി രൂപയായി മാറി. ഈ വളർച്ച വരാൻ കാരണം 2005 വരെ അവിടെ പോയിരുന്നത് കാർപ്പൻറ്റേഴ്സ്, മേസൺസ്, സ്കിൽഡ് വർക്കേഴ്സ്, അൺസ്കിൽഡ് വർക്കേഴ്സ്, ഇങ്ങനെയുള്ള ലോവർ സ്റ്റാറ്റയിലുള്ള തൊഴിലാളികളെന്ന് പറയാവുന്ന ആളുകളാണ് കൂടുതലും പോയിരുന്നത്. അപ്പോൾ അവർക്ക് കിട്ടാവുന്ന വരുമാനം എന്ന് പറയുന്നതിന് പരിമിതിയുണ്ട്, ഇങ്ങോട്ട് അയക്കുന്നതിനും പരിമിതിയുണ്ട്. അതാണ് അതിൻ്റെ കാരണം. അത് കഴിഞ്ഞ് പോയത് 2005 ശേഷം പോയതെല്ലാം തന്നെ യോഗ്യതയുള്ള ക്വാളിഫൈ ആയിട്ടുള്ള പ്രൊഫഷണൽസാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് ഉയർന്ന ശമ്പളം കിട്ടി. ആ ശമ്പളത്തിൻ്റെ നല്ലൊരു ഭാഗം നാട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള റെമിറ്റൻസിൻ്റെ അളവ് കൂടിയെന്ന് മാത്രമല്ല, ഈ പണമെല്ലാം വന്ന് നമ്മുടെ ഗ്രാമങ്ങളിലാണ്. അതാണ് ഈ പ്രോസ്പെക്റ്റി കാരണം. ഇപ്പോൾ തേവന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നൊന്നും ഉണ്ടായിട്ടല്ല ഈ കാർ മേടിച്ചതല്ല, അതെല്ലാം പുറത്തുനിന്ന് പണം കൊണ്ട് മേടിച്ചിട്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമായിട്ട് വന്നിട്ടുള്ളതാണ്. ആ വിദ്യാഭ്യാസം ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ആളുകൾ നമ്മുടെ ഇവിടെ ഒരുപാട് കോളേജാന്നൊക്കെ പറയുന്നില്ല, അതൊക്കെ ഒരു ശുദ്ധ അസംബന്ധമാണ്. കോളേജ് ഇത്രയും പോരാ, ഇനി ഒരു 10, 70, 100 കോളേജെങ്കിലും ആവശ്യമായ നാട്ടിൽ. കാരണം പറഞ്ഞുതരാം. കേരളത്തിൽ പഠിക്കുന്നവരെ കേരളത്തിൽ ജോലി എടുക്കാനെന്ന് ധാരണയുണ്ടോ? കേരളത്തിൽ ആരും ജോലി എടുക്കും? ഇവിടെ കേരളത്തിൽ ജോലി ഇല്ല. അപ്പോൾ ഇവിടെ ജോലി എടുക്കാനല്ല ഇവിടെ പഠിക്കുന്നത്. അവർ ആർഗ്യുമെൻറ്റ് പറയുന്നത് കേരളത്തിൽ എവിടെ ജോലി കൊടുക്കുമെന്നാണ്. കേരളത്തിൽ ജോലി കൊടുക്കണ്ട, അവൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളും. അതെ, മലയാളി ഇപ്പോൾ എവിടെയായാലും ജീവിക്കുമല്ലോ സാർ. അപ്പോൾ പുറത്ത് പോയെങ്കിലും ഒരു തൊഴിൽ കിട്ടി ഭംഗിയായിട്ട് കേരളത്തിലേക്ക് ജീവിക്കാനും കഴിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ. അത് ഈ ചില ആളുകളുണ്ട്, അവർ നെഗറ്റീവാണ്, എല്ലാ കാര്യങ്ങളിലും പിന്നോക്കം ആയിട്ട് കാണുന്നവരാണ്. അവരാണത് കോളേജ് കൂടിപ്പോയി, എണ്ണം കൂടിപ്പോയി എന്നൊക്കെ അത് ശ്രദ്ധാസംബന്ധ അവസ്ഥയിൽ ഒരു 100 കോളേജ് വന്നാലും ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. അത്രയും ആളുകളിലൂടെ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്ത് പണം നമ്മുടെ നാട്ടിലേക്ക് അയക്കും, നമ്മുടെ നാട്ടിലെ പ്രോസ്പെരിറ്റി ഉണ്ടാകും. അതാണ് സംഭവിക്കുക. ലൈഫ് സ്റ്റൈൽ ബ്രേക്ക്. 25 years of dedicated service. Josie's, always ahead. ആവശ്യത്തിന് ഉപകരിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. ഗോൾഡ് ലോണിന്റെ കാര്യത്തിൽ പോപ്പുലർ ഫൈനാൻസ്, ഇന്ത്യസ് നമ്പർ 1 ഗോൾഡ് ലോൺ കമ്പനി. 25 years of dedicated service. Josie's, always ahead. Lifestyle continues. സാർ ഒന്ന് ചോദിച്ചോട്ടെ സാർ, SCMSൻ്റെ PGDM കോഴ്സ് ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധ ആകർഷിക്കപ്പെട്ടൊരു കോഴ്സാണ്. ഇതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് അല്ലെങ്കിൽ പ്രത്യേകതകളെക്കുറിച്ചൊന്ന് സാറ്.
ഞങ്ങളുടെ PGDM പ്രോഗ്രാം എന്ന് പറയുന്നത് IIM കഴിഞ്ഞാൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്നതാണ്. അതിന് അക്രഡിറ്റേഷൻ ഉണ്ട്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്നൊരു ബോഡിയുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബോഡിയാണ്. അവരുടെ എക്സ്പെർട്സ് 4-5 എക്സ്പെർട്സ് വന്നിട്ട് ഇവിടെ 3-4 ദിവസം സ്റ്റഡി ചെയ്ത് ഒരുപാട് പിന്നെ അതിൻ്റെ അവർ ഡീപ്പായിട്ട് അതിലേക്ക് പോകും. എന്നിട്ട് അവസാനം വിൽ ടെൽ us ബിഫോർ ദേ ഗോ അവർ പറയും ഒന്നുകിൽ അക്രഡിറ്റേഷൻ തരാമെന്ന് പറയും, ഇല്ലെങ്കിൽ തരത്തില്ലെന്ന് പറയും, പറഞ്ഞിട്ടേ പോവുള്ളൂ. അത് കേരളത്തിലും സൗത്ത് ഇന്ത്യ തന്നെ ഒരുപാട് കോളേജിൽ ഒന്ന് കൊടുക്കാതെ പോയിട്ടുണ്ട്. അത് 2002 തൊട്ട് ആ അക്രഡിറ്റേഷൻ കിട്ടിയിട്ടുള്ള കോളേജാണ് SEMS. അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ AICTE എന്ന് പറയുന്ന ഞങ്ങളുടെ അപ്രൂവിങ് ബോഡി ഉണ്ടല്ലോ. AICTE പറയുന്നത് ദാറ്റ് ഇസ് ദ ഫൈനൽ ടെസ്റ്റ് ഓഫ് ക്വാളിറ്റി ഓഫ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. ക്വാളിറ്റി ഫോർ എ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ PhDക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ PGDM അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഗവൺമെൻറ്റിൻ്റെ ബോഡിയാണ്. അതാണ് ഈ ഡിഗ്രി ഇക്വലൻസ് ഫോറിൻ എന്ന് പറയുന്നതൊക്കെ ഇന്ത്യൻ ഡിഗ്രി ആയിട്ടൊക്കെ ഇക്വലൻസ് കൊടുക്കുന്നവരാണ്. അവർ നമ്മുടെ PGDM MBAക്ക് ഇക്വലൻ്റ് ആണെന്ന് ഇത് പറഞ്ഞ് സെക്കൻഡ് ഒരു സ്റ്റഡി നടത്തിയിട്ട് അവരൊരു എക്സ്പെർട്ട് ടീം വന്നിട്ട് സ്റ്റഡി നടത്തിയിട്ട് ദേ ഫൗണ്ട് ദ ക്വാളിറ്റി വൈസ് നമ്മൾ MBAക്ക് തുല്യമാണ്, ഏത് യൂണിവേഴ്സിറ്റി MBAക്കും തുല്യമാണ് നമ്മുടെ PGDM എന്ന് അവർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ട്, റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ആ റെക്കഗ്നേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് PhDക്ക് പോകാനും MBA ക്വാളിഫിക്കേഷനായിട്ടുള്ള ഇതിലേക്ക് അപേക്ഷിക്കാനും പറ്റുമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞ പുറത്തുള്ള യൂണിവേഴ്സിറ്റീസുമായിട്ടുള്ള ഏത് യൂണിവേഴ്സിറ്റി MBA ഡിഗ്രിയുമായിട്ടും തത്തുല്യമാണെന്ന് ഈ AIU അംഗീകരിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ ISO സർട്ടിഫിക്കേഷനുണ്ട്. ISO സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി മാനേജ്മെൻറ്റ് ടീച്ചിങ് സിസ്റ്റം എന്ന സബ്ജക്റ്റ് എടുത്തിട്ടുണ്ട്. അവർ സാധാരണ പ്രൊസീജിയറിനാണ് ISO സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇവിടെ പ്രൊസീജിയറല്ല, നമ്മുടെ പഠിപ്പിക്കുന്ന രീതി, പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അതിനെ അധികരിച്ചാണ് ഞങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത് ISOയുടെ. പിന്നെ അതുപോലെ ഈ നമ്മുടെ ബിസിനസ് മാസികൾ 1998 തൊട്ട് റാങ്കിങ് ചെയ്താണ് ബിസിനസ് സ്കൂൾസിൽ. അന്ന് തൊട്ട് SEMS നാഷണലി റാങ്ക് ചെയ്യുമ്പോൾ ഒരു ഹയർ ലെവലാണ്. അതായത് ആദ്യം ഫസ്റ്റ് റാങ്കിങ് വന്ന 98-ലാണ്. അന്ന് 47ാമത്തെ റാങ്കായിരുന്നു. അത് ഇറ്റ് ഹസ് കം ഡൗൺ ടു 30. ഇപ്പോൾ ബെസ്റ്റ് അമംഗ് 25 B സ്കൂൾ, ഇന്ത്യയിലെ ഏറ്റവും നല്ല 25 B സ്കൂളുകളിൽ ഒന്നാണ് SEMS എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ ACBSP എന്നൊരു സംഘടനയുണ്ട്, ഇൻ്റർനാഷണൽ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതാണ് ഇൻ്റർനാഷണൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ടീം വന്നിരുന്നു. ഇന്നലെയാണ് അവർ പോയത്. പോകുമ്പോൾ അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ എന്നിട്ട് അവർ പോയിരിക്കുന്നത്. അവരുടെ 4 ദിവസം ഉണ്ടായിരുന്നു. അമേരിക്കയിലാണ് എൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പോൾ അത് കഴിഞ്ഞൊരു എക്സിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നില്ല ഞാനുമായിട്ട്. അപ്പോൾ അതിൽ തന്ന ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞത് നമ്മൾ എലിജിബിളാണ്, അതിനുള്ള ഫെസിലിറ്റി എല്ലാം ഉണ്ട്, അതിനുള്ള സിസ്റ്റം എല്ലാം ഉണ്ട്, ഇറ്റ്സ് ഓൾ ഇൻ പ്ലേസ്. പക്ഷേ ഞങ്ങളല്ല ചെയ്യുന്നത്, ഞങ്ങൾ റിപ്പോർട്ട് കൊടുക്കുമെന്നുള്ളതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ റിപ്പോർട്ട് കൊടുക്കുന്ന ബേസിലേ മറ്റൊരു തീരുമാനം എടുക്കുള്ളൂ. അതുകൊണ്ട് അത് കിട്ടുന്നുള്ള പ്രതീക്ഷയാണ്. അതൊരു വലിയൊരു സർട്ടിഫിക്കേഷനാണ്. ഇതൊക്കെ സൗത്ത് ഇന്ത്യയിൽ IIMs കഴിഞ്ഞാൽ SEMSന് മാത്രമേ ഉള്ളൂ, മറ്റൊന്നിനും ഇല്ല. അക്രഡിറ്റേഷൻ വേറെ ഒറ്റ കോളേജിനും ഇവിടെ ഇല്ല. ISO സർട്ടിഫിക്കേഷൻ ഇല്ല. ഈ PGDM ഇവിടെ അധികം ഇല്ല. ഉള്ളതിനും ഈ AIU റെക്കഗ്നിഷനില്ല, തുല്യതയില്ല. ഒരു കോളേജ് ഉന്നത നിലവാരം പുലർത്തണമെങ്കിൽ ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. ഒന്ന്, ഒരു റെസ്പോൺസീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് ഭംഗിയായിട്ട് നടത്താൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ തയ്യാറുള്ളൊരു മാനേജ്മെൻറ്റ്. പിന്നെ മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇപ്പം നമ്മളാണെങ്കിൽ സെൻട്രലി എയർ കണ്ടീഷൻ്റെ ക്യാമ്പസ് ഇവിടെ എയർ കണ്ടീഷനാണ്. അത് കേരളത്തിലെ സൗത്ത് ഇന്ത്യ പോലും ഒരു ബിസിനസ് സ്കൂൾ അങ്ങനെ ഒരു ക്യാമ്പസ് ഉള്ളത് നമുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, വിത്ത് ഓൾ മോഡേൺ ഫെസിലിറ്റി. ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാനായിട്ട് പൈസ ഉണ്ട്. ആ പൈസ മുടക്കാൻ തയ്യാറുള്ള മാനേജ്മെൻറ്റ് വേണം. അതാണ് റെസ്പോൺസീവ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ആ ഫസ്റ്റ് ഘടകം എന്ന് പറയുന്നത് അങ്ങനൊരു മാനേജ്മെൻറ്റാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള കമ്മിറ്റ്മെൻറ്റുള്ള അധ്യാപകർ എന്ന് പറയുമ്പോൾ ഞങ്ങളിവിടെ പഠിപ്പിക്കുക മാത്രമല്ല, പഠിപ്പിക്കൽ ഒരു ആസ്പെക്റ്റാണ് അവരുടെ. അതിനേക്കാൾ കൂടുതലായിട്ട് കുട്ടികളുമായിട്ട് ഇടപഴകി അവരെ ഉന്നത നിലവാരത്തേക്ക് ഉയർത്താനുള്ള മാനസികാവസ്ഥയിലേക്ക് അവരെ വളർത്തണം. ഈ 2 കൊല്ലം കൊണ്ട് ഈ IIMലെ കുട്ടികളുടെ അതേ ലെവലിലേക്ക് നമ്മുടെ കുട്ടികളും ആകണം. ഇപ്പം മെൻറ്ററിങ് എന്ന് പറയും, അതിന് കമ്മിറ്റ്മെൻറ്റ് വേണം. ഞാൻ എൻ്റെ സ്ഥാപനത്തോട് എനിക്കൊരു കൂറ് വേണം. അങ്ങനെയുള്ളവർ മാത്രമേ, അങ്ങനെയുള്ള റീറ്റേജ് ഉള്ളൂ. ഞങ്ങൾ ഓരോ പീരീഡ് ഓഫ് ടൈം ഞങ്ങൾക്ക് അറിയാമല്ലോ. 2-3 കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും ഒരാൾ എന്തുമാത്രം കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് അറിയാം. അങ്ങനെയുള്ള ആളുകൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം, അധ്യാപകൻ്റെ ഭാഗം ഭംഗിയായിട്ട് പഠിപ്പിക്കുക, അവരെ മെൻറ്റർ ചെയ്ത്
മാനസികാവസ്ഥയിലും ഉയർത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്റ്റേണൽ ട്രെയിനിങ്, അതൊക്കെ എക്സ്റ്റേണൽ ഇൻപുട്സാണ്. ബേസിക് കാര്യങ്ങൾ ഇത് രണ്ടാമത്തെ കാര്യം, ഈ അധ്യാപകർ. മൂന്നാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിപ്ലിൻ ഇല്ലാതെ ലോകത്ത് ഒരു പ്രസ്ഥാനത്തിലും ക്വാളിറ്റി ഉണ്ടാക്കാനൊക്കത്തില്ല. അബ്സല്യൂട്ട് ഡിസിപ്ലിൻ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. എൻ്റെ കൺസെപ്റ്റ്. ഡിസിപ്ലിൻ വേണം ക്യാമ്പസിൽ. അത് അധ്യാപകർക്കും വേണം, വിദ്യാർത്ഥികൾക്കും വേണം, മാനേജ്മെൻറ്റിനും വേണം. കാരണം അതൊരു ടോട്ടൽ കൺസെപ്റ്റാണ്, എല്ലാവർക്കും വേണം. അതിനെന്ത് ശിക്ഷ നടപടി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഡിസിപ്ലിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം വന്നു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് വിൽ ഹാവ് ടു ബി വെരി സ്ട്രിക്റ്റ്. അത് ചെയ്യണം. നാലാമത്തത് കുട്ടികൾ തന്നെയാണ്. അവരെ നമ്മുടെ ഈ പ്രസ്ഥാനത്തിലെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അവരെ കൊണ്ടുവരണം. നമ്മൾ കുട്ടികളെന്ന് പറഞ്ഞാൽ പല ഭാഗത്ത് വരുന്ന പല കൾച്ചർ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ SCMSലാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ട് കുട്ടികൾ. ഇപ്പോൾ പല ഡൈവേഴ്സായിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും ഒക്കെ വരുന്ന കുട്ടികളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവരെല്ലാം നമ്മുടെ കൺസെപ്റ്റിലുള്ള കൾച്ചറുണ്ടല്ലോ, ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള കൾച്ചർ, ആ കൾച്ചറിലേക്ക് ആ കുട്ടികളോട് മാനസികമായിട്ട് കൊണ്ടുവരാൻ അധ്യാപകർ കഴിയണം. കുട്ടികളെ തയ്യാറാണ്. അപ്പോൾ കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട ഘടകം. കുട്ടികൾക്കതിൽ നമ്മൾ മൊത്തം ചെയ്യുന്നത് കുട്ടികൾക്കാണ്. കുട്ടികളെ ആ മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അവരെ നല്ല മാനേജേഴ്സ് ആക്കണമെങ്കിൽ സോഷ്യലി റെസ്പോൺസിബിൾ മാനേജേഴ്സ് ആക്കണം. വെറും മാനേജറല്ല നമ്മളൊത്ത് ചെയ്യുന്നത്. അതായത് ഒരാൾ ഇവിടുന്ന് ഒരു ബിസിനസ് മാനേജ്മെൻറ്റ് ഡിഗ്രി എടുത്ത് പോയി കഴിഞ്ഞ് ഒരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനായാൽ അവൻ്റെ ജീവിതം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. അവൻ്റെ ജീവിതം കൊണ്ട് സമൂഹത്തിനും ഗുണമുണ്ടാവണം. ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. നേരത്തെ പറഞ്ഞില്ലേ, സിവിക് സെൻസൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ തന്നെ അതും ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടെ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യാറില്ലേ. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നവരെ ബോധ്യപ്പെടുത്തും. അത് പുസ്തകം വായിപ്പിച്ചുണ്ടാക്കാവുന്ന കാര്യമല്ല, ഉള്ളിൽ തോന്നുന്ന കാര്യമാണ്. അതില്ലാതെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിപ്പിച്ചുകൊണ്ടാണ് അമേരിക്കയിൽ ഇപ്പോൾ ഈ റിസഷൻ വന്നുണ്ടല്ലോ. MBA കുറ്റം പറഞ്ഞ് മുഴുവൻ MBA കാരണമാണ് റിസഷൻ വന്നതാണ്. MBA വെച്ചാൽ ബിസിനസ് എത്തിക്സ് ഇല്ല അവിടെ. എങ്ങനെയും ലാഭം ഉണ്ടാക്കുക, അത് മാത്രമാണ് ലക്ഷ്യം. അത് മാത്രമേ ഉള്ളായിരുന്നു. സത്യത്തിൽ അന്ന് തൊട്ട് ഞങ്ങൾ ബിസിനസ് എത്തിക്സ് ഒരു വിഷയമായിട്ട് ഇവിടെ പഠിപ്പിക്കും. അതിനുശേഷം കാരണം നമ്മുടെ കുട്ടികൾ പുറത്ത് പോകുമ്പം അവർ സോഷ്യലി റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആയിരിക്കണം. ഹു ബിലീവ് ഇൻ കോൺട്രിബ്യൂട്ടിങ് സംതിങ് ടു സൊസൈറ്റി. അവൻ്റെ കേശ വീർപ്പിക്കുകയോ അവൻ്റെ ലാഭനഷ്ടങ്ങൾ നോക്കുക മാത്രം പോരാ, സമൂഹത്തോടൊരു കടപ്പാട് വേണം. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്, കൺസെപ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ ട്രെയിൻ ചെയ്യും. ഇതൊന്നും മറ്റു വിഷയങ്ങളോടും ചെയ്തില്ല. അവർക്ക് അതിൻ്റെ കാര്യമില്ല, ചെയ്യാനുള്ള സന്നാഹങ്ങളും അവർക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വി ആർ ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ്, ടോട്ടലി ഡിഫറെൻറ്റ്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് എനിബഡി ക്യാൻ കം എനിവെയർ നിയർ അസ് ഇൻ ദീസ് മാറ്റേഴ്സ്. ഞാൻ പൊങ്ങച്ചൻ പറയല്ല, അഭിമാനത്തോടെ പറയാം. എനിബഡി ക്യാൻ കം ആൻഡ് സീ, ഇറ്റ്സ് എൻ ഓപ്പൺ. SCMS നൽകുന്ന PGDM മറ്റു യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ബിരുദത്തിന് തത്തുല്യമാണ് എന്ന് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നിയമാനുസൃത സ്ഥാപനം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇവിടെ പഠിക്കുന്ന PGDM വിദ്യാർത്ഥികൾക്ക് PhD ചെയ്യുവാനും MBA ബിരുദം അടിസ്ഥാന യോഗ്യതയായുള്ള ഏത് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുവാനും കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെയും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളാണിത്. അതുപോലെ തന്നെ ISO അംഗീകാരം നേടിയ ഭാരതത്തിലെ ആദ്യത്തെ ബിസിനസ് സ്കൂളും SCMS ആണ്. Lifestyle Break. 25 years of dedicated service. Josie's, always ahead. SKP Timbers, imports and exports. ആഴമേറിയ വേരുകൾ പോലെയാകട്ടെ ഇനി നിങ്ങളുടെ ബന്ധങ്ങൾ. 25 years of dedicated service. Josie's, always ahead. Lifestyle continues. ഇന്നത്തെ കാലത്ത് കടുത്ത മത്സരത്തിൽ ആണ് വിദ്യാഭ്യാസ മേഖല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ നിന്ന് SCMS ഗ്രൂപ്പ് എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? SCMS എന്ന് പറയുന്ന ബിസിനസ് സ്കൂൾ